വിവിധ ഭാഷകളും സംസ്കാരവും സമന്വയിക്കുന്ന ജില്ല. ഭാരതത്തിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പവും പക്ഷിയും വൃക്ഷവും പ്രഖ്യാപിച്ച ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ, അതായത് 12 നദികൾ ഒഴുകുന്ന പ്രകൃതി രമണീയമായ പ്രദേശം. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ മഞ്ചേശ്വരം പുഴ ഒഴുകുന്നതും കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ലയും ഇതുതന്നെ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് പറയുന്നത്. യക്ഷഗാനവും പൂരക്കളിയും കോൽകളിയും തെയ്യവും പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കൂടിയാണിത്. അതുകൊണ്ടുതന്നെ ദൈവങ്ങളുടെ നാട് എന്നൊരു വിശേഷണം കൂടിയുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക്. കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലയായതിനാൽ കന്നഡ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം ഇവിടെ ധാരാളമായി കാണാം. കോട്ടകളുടെ നാടുകൂടിയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട ഉൾപ്പെടെ ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർ കോട്ട എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ആദ്യത്തെ ബാലറ്റ് വഴിയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഇലക്ഷനിൽ നിന്ന് വിജയിച്ചത് ഈ ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ്. കയ്യൂർ സമരം, ചീമേനി എസ്റ്റേറ്റ് സമരം, കാടകം വനസത്യാഗ്രഹം, പാലായി വിളവെടുപ്പ് സമരം എന്നിങ്ങനെ നിരവധി സമരങ്ങൾക്ക് ഈ ജില്ല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ജന്മദേശവും ശിവപ്പ നായ്ക്കൻ പണി കഴിപ്പിച്ച ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന കാഞ്ഞങ്ങാട്, അനന്തപുരം, പ്രസിദ്ധമായ മാലിക് ദിനാർ പള്ളി, മഞ്ചേശ്വരത്തെ ചതുർമുഖ ജൈന ക്ഷേത്രം, 1000ഓളം വർഷം ചരിത്ര പാരമ്പര്യമുള്ള നീലേശ്വരം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗണപതി പ്രതിഷ്ഠയുള്ള മധൂർ, മഹാലിംഗേശ്വര ക്ഷേത്രമുള്ള അടൂർ ഇവയെല്ലാം കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകതയാണ്. മഹാകവി കുട്ടമത്ത്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, T. ഉബൈദ് എന്നിവർ കാസർഗോഡ് ജില്ലയുടെ സംഭാവനകളാണ്.